അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കടത്തെ തൊട്ടും രോഗത്തെ തൊട്ടും എല്ലാ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെയൊക്കെയും മനസ്സിൽ നിറവേറിക്കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല മുറാദുകൾ ഉണ്ട്. അതൊക്കെയും ഞങ്ങൾ പറയാതെ തന്നെ നിനക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ പെട്ടെന്ന് ഹാസിലാക്കി തരണേ റബ്ബേ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഭാര്യമക്കൾ കുടുംബത്തിനും എല്ലാവർക്കും നീ ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്ക് റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളുടെ മനസ്സിന് വലിയ നീറൽ അനുഭവപ്പെടുന്നത് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്, പണം ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്കറിയാം, നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിന് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് പണം എന്നുള്ളത്. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് നിങ്ങൾ ജീവിതത്തിൽ ഓതുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിൻ്റെ അടിമകൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുന്ന മാസമാണ് ഈ റജബ് മാസം. എന്നാൽ ഈ പരിശുദ്ധമായ റജബ് മാസം നമ്മിൽ നിന്നും വിട പറയാൻ ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ ഈ റജബ് മാസത്തിൽ തന്നെ വളരെ വലിയ മഹത്വമുള്ള വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു രാവാണ് നമ്മിലേക്ക് ഇനി കടന്നു വരുന്നത്. അതാണ് റജബ് 27-ാം രാവ്, മിഅ്റാജിൻ്റെ രാവ്. എന്നാൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് നിങ്ങൾ മിഅ്റാജിൻ്റെ രാവിൽ ധാരാളമായിട്ട് പാരായണം ചെയ്യണം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല. മിഅ്റാജിൻ്റെ രാവ് എന്നല്ല, ഈ റജബ് മാസത്തിൽ തന്നെ നിങ്ങൾ ഈ ദിവസം തന്നെ നിങ്ങൾ ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യണം. എല്ലാ ദിവസവും ഈ സൂറത്ത് പാരായണം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യമുണ്ടാകില്ല, പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പണം എന്നുള്ളത്. അപ്പോൾ ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകില്ല. നമുക്കറിയാം, ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ കുടുംബക്കാരുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലുമൊന്നും പണമില്ലെങ്കിൽ ഒരു വിലയും ഉണ്ടാകില്ല. നമ്മുടെ അടുത്ത് ധാരാളം പണമുണ്ടെങ്കിൽ, ധാരാളം സമ്പത്തുണ്ടെങ്കിൽ, നമ്മൾ ആരെയും സഹായിച്ചിട്ടില്ലെങ്കിലും, നമ്മൾ വലിയ പിശുക്ക് കാണിച്ച് ആരെയും സഹായിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് പേരുണ്ടാവും നമ്മെ ചുറ്റിപ്പറ്റി നമ്മെ സഹായിക്കാൻ. അവർ വെറുതെ സഹായിച്ചു തരും. ഞാൻ ഇത് പറയാൻ കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത് കണ്ട് അനുഭവമുണ്ട്. കാരണം ഞങ്ങളുടെ നാട്ടിലുണ്ട് ഒരു വലിയ കോടീശ്വരൻ, ബടാ കോടീശ്വരനാണ്. എന്നാൽ അയാൾ ഒരു രൂപ പോലും ആരെയും സഹായിക്കില്ല, വലിയ പിശുക്കനാണ്. എന്നാലോ അയാളെ ചുറ്റിപ്പറ്റി കുറേ ആളുകളുണ്ട് അയാളെ സഹായിക്കാൻ. അവർക്കൊന്നും കിട്ടിയിട്ടല്ല, എന്നാലും അവർ അവരുടെ കൂടെ ഉണ്ടാകും. അവരുടെ വാഹനങ്ങൾ കഴുകാനും അവരുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് കൊടുക്കാനും, അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ എന്തെങ്കിലും കല്യാണമോ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ സജീവമായിട്ട് ആ വീട്ടിലുള്ള ചില്ലറ പണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ധാരാളം മതിയാകും. അങ്ങനെ വെറുതെ പണിയെടുത്ത് കൊടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾ പാവപ്പെട്ടവരുടെ വീട്ടിൽ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ ഇവർ ഒരു സഹായവും ചെയ്യില്ല. ഇവർ വന്ന് ഭക്ഷണം കഴിച്ചു പോവുകയായിരിക്കും ചെയ്യുക. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ പണം കണ്ട് വെറുതെ പണക്കാർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നവർ. എന്നാൽ ഇങ്ങനെയുള്ള സ്വഭാവം ആളുകളുമായിട്ട് നിങ്ങൾ ഒരിക്കലും കൂട്ടുകൂടരുത്. കാരണം അവരുടെ ജീവിതത്തിൽ അവർ ഒരിക്കലും വിജയിക്കില്ല. അവർക്ക് പരാജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ.
കാരണം അവർ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളവരാണ്. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയമുണ്ടാകില്ല. പറഞ്ഞു വന്നത്, നമുക്ക് ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് പണം എന്നുള്ളത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യവുമാണ്. എന്നാൽ ഇന്ന് ധാരാളം ആളുകളും ജോലി പോലുമില്ലാതെ, സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ വലിയ കടക്കാരായിട്ട് ജീവിക്കുന്നവരാണ് ഇന്ന് ധാരാളം ആളുകളും. എന്നാൽ ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളിലും ഭൂരിഭാഗം ആളുകളും കടക്കാരായിരിക്കും. നിങ്ങളുടെ കടങ്ങളൊന്ന് വീടിക്കിട്ടുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിഹാരമാർഗം തേടിയിട്ടായിരിക്കും നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നത് തന്നെ. എന്നാൽ ജീവിതത്തിൽ ജോലിയില്ലാതെയും സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാതെയും അതുപോലെ തന്നെ വലിയ ഭീമമായ തുക കടക്കാരായിട്ടും ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകൾ, ഞാൻ ഈ പറഞ്ഞു തരുന്ന സൂറത്ത് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല, നിങ്ങളുടെ ജീവിതത്തിൽ കടമുണ്ടാവില്ല. നിങ്ങളുടെ ആ കടങ്ങൾ വീട്ടാനുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് കാണിച്ചു തരും. മാത്രമല്ല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നിങ്ങൾക്ക് നൽകും. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 5 വക്ത് നിസ്കാരം എല്ലാ ദിവസവും നിങ്ങൾ അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിങ്ങൾ നിസ്കരിക്കണം. ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങാതിരിക്കുക. ഇന്ന് കൂടുതൽ ആളുകളുടെയും ഒരു സ്വഭാവശീലമാണ് സുബ്ഹിക്ക് ശേഷം കിടന്നുറങ്ങുക. സുബ്ഹിക്ക് ശേഷം കിടന്നുറങ്ങിയാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ആ ദിവസത്തിൽ ഒരു കാര്യത്തിലും നമുക്ക് ബറക്കത്തുണ്ടാകില്ല. അത് നമ്മൾ ചെയ്യുന്ന ജോലിയിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും നമുക്ക് ബറക്കത്തുണ്ടാകില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് സുബ്ഹിക്ക് ശേഷം കിടന്നുറങ്ങുക എന്നുള്ളത്. എന്നാൽ ആ സമയത്ത് എല്ലാവർക്കും കിടന്നുറങ്ങാൻ വലിയ സുഖമായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശൈത്താൻ നമ്മെ വലിയ രീതിയിൽ സുഖിപ്പിച്ച് ഉറക്കുന്ന സമയമാണ് അത്. കാരണം അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ശൈത്താൻ നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത് ഇല്ലാതെയാക്കുകയും ചെയ്യും. അതാണ് ശൈത്താൻ്റെ പണി. അതുകൊണ്ടാണ് ഇന്ന് ധാരാളം ആളുകൾക്കും നിസ്കരിക്കാനും ഖുർആൻ ഓതാനും ദിക്റുകൾ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനൊക്കെ വലിയ മടിയുണ്ടാകുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശൈത്താൻ്റെ കെണിയിൽ നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടും. കാരണം ശൈത്താൻ നമ്മുടെ പരാജയം ആഗ്രഹിക്കുന്നവനാണ്. അതിനു വേണ്ടിയിട്ട് അവൻ എന്തും വേണമെങ്കിൽ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും ശൈത്താൻ്റെ ശല്യത്തിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരിക്കലും 5 വക്ത് നിസ്കാരം നിങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കരുത്. മാത്രമല്ല നിങ്ങൾ എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരം ഖളാ ആതെ നിസ്കരിക്കണം. നിങ്ങൾ എണീൽക്കാൻ നല്ലത്, ഏറ്റവും നല്ലത് സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ അല്പം മുമ്പ് എണീറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുക. എന്നതിന് ശേഷം സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ കിടന്നുറങ്ങാതിരിക്കുക. നിങ്ങൾ ആ നിസ്കാരപ്പായയിൽ അതുപോലെ ഇരുന്നാൽ തന്നെ നിങ്ങൾക്ക് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. ഇനി നിങ്ങൾ ഖുർആൻ എടുത്ത് ഖുർആൻ ഓതില്ലെങ്കിലും ആ ഖുർആനിലേക്ക് നോക്കി നിന്നാലും നിങ്ങൾക്ക് വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. ഇങ്ങനെ നിങ്ങൾ എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരത്തിന് ശേഷം കിടന്നുറങ്ങാതെ നിന്നാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ബറക്കത്തുണ്ടാകും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും ബറക്കത്തുണ്ടാകും. അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. മാത്രമല്ല നിങ്ങൾക്ക് ആ ദിവസങ്ങളിൽ വലിയ സന്തോഷവും സമാധാനവുമായിരിക്കും. നിങ്ങൾക്ക് ആ ദിവസം ടെൻഷൻ ഉണ്ടാകില്ല. മാത്രമല്ല ഞാൻ ഈ കാര്യം പ്രധാനമായിട്ടും ഇവിടെ എടുത്തു പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാകില്ല. സുബ്ഹി നിസ്കാരത്തിന് ശേഷം കിടന്നുറങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ദാരിദ്ര്യമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്.
അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കടങ്ങളും നമുക്ക് പെട്ടെന്ന് വീടിക്കിട്ടുവാനും നമ്മൾ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസിന് വലിയ മഹത്വങ്ങളുണ്ട്, വലിയ ഫലങ്ങളുണ്ട്. ഈ സൂറത്ത് നമ്മൾ ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ 1/3 നമ്മൾ ഓതിയതിൻ്റെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്. എന്നാൽ ഈ സൂറത്ത് 3 പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതിയതിൻ്റെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആരെങ്കിലും ഒരാൾ 11 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവനിക്ക് പരിശുദ്ധമായ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കൊട്ടാരം നിർമ്മിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. മാത്രമല്ല അവൻ്റെ ശരീരത്തിനെ അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തിൽ നിന്നും ഹറാമാക്കും. അതായത് നരകത്തിൽ അവനെ ഇടില്ല. ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ഒരു മനുഷ്യൻ പരാതി പറയുകയാണ്, നബിയെ, ഞാൻ എപ്പോഴും ദാരിദ്ര്യത്തിലാണ്, എപ്പോഴും വലിയ ബുദ്ധിമുട്ടിലാണ് എൻ്റെ ജീവിതം, ഞാൻ വലിയ വിഷമത്തിലാണ്, വലിയ പ്രയാസത്തിലാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെ എന്ന് ആ മനുഷ്യൻ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു, നീ നിൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുക. അതിനി വീട്ടിൽ ആൾ ഉണ്ടെങ്കിലും ആളില്ലെങ്കിലും നീ സലാം പറയുക. എന്നിട്ട് നീ വീട്ടിൽ കയറുക. എന്നതിന് ശേഷം എൻ്റെ മേലിൽ നീ സ്വലാത്തും സലാമും പറയുക. എന്നിട്ട് നീ സൂറത്തുൽ ഇഖ്ലാസ് 1 പ്രാവശ്യം പാരായണം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തതുപോലെ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യനിക്ക് റിസ്കിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്തു, ധാരാളം സമ്പത്ത് നൽകി. പണത്തിൻ്റെ കാര്യത്തിൽ ആ മനുഷ്യന് പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. ധാരാളം പണം അല്ലാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യന് നൽകി. അങ്ങനെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെയാകുകയും ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ആനന്ദവും ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത ആളുകളും ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകളും ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യമില്ലാതെയാകുവാനും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുവാനും എല്ലാവരും ഈ പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ തന്നെ ഈ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ ഓതി തുടങ്ങുക. ചുരുങ്ങിയത് നിങ്ങൾ ഒരു 11 സൂറത്തുൽ ഇഖ്ലാസെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഓതണം. മാത്രമല്ല ഈ വരുന്ന 27-ാം രാവിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ധാരാളം സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയമുണ്ടാകാൻ അത് കാരണമാകും. അതുകൊണ്ട് എല്ലാവരും സൂറത്തുൽ ഇഖ്ലാസ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഓതുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.